ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോട്ട് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീനിങ്സിലേക്ക് നമുക്ക് പോകാം. അതിന് മുന്നേ എന്നത്തെയും പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്? രണ്ട് കൈകളും ചേർത്ത് വയ്ക്കുക. പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നിലേക്കും എൻ്റെ പേഴ്സണിലേക്കും അട്രാക്റ്റ് ആകുകയും നെഗറ്റീവ് ചിന്തകളെ എന്നിൽ നിന്നും എൻ്റെ പേഴ്സണിൽ നിന്നും റിമൂവ് ആവുകയും ചെയ്യുക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ റീഡിങ്ങിലേക്ക് പോകാനായിട്ട്. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായിട്ട് വരുന്ന റീഡിംഗ് ആണ്. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് 8 ഓഫ് കപ്സ് കാർഡാണ്. നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവറുടെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ നോ കോൺടാക്ട് സിറ്റുവേഷൻ ആയിരിക്കണം, ലെസ് കോൺടാക്ട് സിറ്റുവേഷൻ ആയിരിക്കണം. ആ ഒരു സിറ്റുവേഷൻ നിങ്ങളെ തന്നെ മാറ്റം വരുത്തിയെന്നാണ് ഈ കാർഡ് മെയിൻ ചെയ്യുന്നത്. നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ത്രൂ അവരെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടാവാം. എന്നാൽ നിങ്ങളുടെ പേഴ്സണിൽ നിന്നും നിങ്ങൾക്ക് ഒരു റെസ്പോൺസ് ഇല്ലാത്ത ആ സമയത്ത് നിങ്ങൾ ഈ കുറേ റീഡിങ്സൊക്കെ കാണുന്നുണ്ടാവുമല്ലോ. അപ്പം അത് മൂലം നിങ്ങൾ സെൽഫ് ലവ് ചെയ്തു തുടങ്ങി, നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തു തുടങ്ങി, അല്ലേ? ലെറ്റിംഗ് ഗോ എന്നാണ് ഈ കാർഡ് മെയിൻ ചെയ്യുന്നത്. വാക്കിംഗ് എവേ എന്നും പറയാം. ഒരു ഡിസപ്പോയിൻമെന്റിനെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് വരാൻ പോകുന്ന ഫ്യൂച്ചറിലേക്കാണ് അതിനുശേഷം നിങ്ങൾ നോക്കിക്കണ്ടത്. ഈ റീഡിങ്സൊക്കെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട്. നിങ്ങളെ തന്നെ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സെൽഫ് ലവ് ഒക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ആ നിമിഷം മുതൽ നിങ്ങളിലേക്ക് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് വന്നു തുടങ്ങി എന്നാണ് എനിക്കും പറയാനുള്ളത്. നിങ്ങൾ എന്നു മുതൽ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങിയോ, നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തു തുടങ്ങിയോ, അപ്പം മുതൽ നിങ്ങളിലേക്ക് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉള്ളതായിട്ട് തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള അടുത്ത കാർഡ് 10 ഓഫ് സ്വർഡ്സ് കാർഡാണ്. 10 ഓഫ് സ്വർഡ്സ് കാർഡ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ള ക്രൈസിസ് എൻഡ് ആവാൻ പോകുന്നു. പെയിൻഫുൾ എൻഡിങ് എന്നാണ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യത്തിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കാണിക്കുന്നത്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് ഈ കാർഡ് മെയിൻ ചെയ്യുന്നത്. ആൻ ഓപ്പർച്യൂണിറ്റി ടു ഫൈൻഡ് ഡീപ്പ് ഹീലിംഗ് എന്ന് പറയുന്നു. നിങ്ങളുടെ യൂണിവേഴ്സ് പറയുന്നത് ഹീലാവാനാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ ഒത്തിരി പേര് ഇനിയും ഹീലാവാത്തവരുണ്ട്. അവരോടാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വേദനകളെ യൂണിവേഴ്സിൽ സമർപ്പിച്ചുകൊണ്ട് നിങ്ങളോട് പ്രാർത്ഥിക്കാൻ. പോസിറ്റീവായിട്ടുള്ള തിങ്കിങ്ങോട് കൂടി പ്രാർത്ഥിക്കുക. സെൽഫ് ലവ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾ ആഗ്രഹിച്ച ആ കാര്യം എന്ത് തന്നെ ആയാലും നിങ്ങളിലേക്ക് വരുവാനായിട്ട് നിങ്ങൾ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള എല്ലാ തടസ്സങ്ങളും മാറിയിട്ട് നിങ്ങൾക്ക് പുതിയൊരു വ്യക്തിയായിട്ട് മാറാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ആഗ്രഹം നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഫ്യൂച്ചറിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കാണിക്കുന്നത്. സ്വയം നമ്മൾ പറയണം, ഞാൻ ഹീലാവുന്നു, എൻ്റെ വേദനകളെ ഞാൻ യൂണിവേഴ്സിൽ സമർപ്പിക്കുന്നു. എനിക്ക് ആരോടെങ്കിലും ദേഷ്യ വൈരാഗ്യം ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്തു മാറ്റിക്കൊണ്ട് ഞാൻ പുതിയൊരു വ്യക്തിയാവാണ്. ഞാൻ എന്നെ തന്നെ സ്നേഹിക്കാൻ പോവുകയാണ്. എനിക്കറിയാം, ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുമ്പോൾ, ഞാൻ എന്നിലുള്ള വേദനകളെ മറക്കുമ്പോൾ എനിക്ക് യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് എല്ലാ തരത്തിലുള്ള നന്മകളും വരും. ഞാൻ ആഗ്രഹിച്ച ജീവിതം, ഞാൻ ആഗ്രഹിച്ച കരിയർ, ഞാൻ ആഗ്രഹിച്ച വ്യക്തിമത്തുള്ള ജീവിതം എല്ലാം എനിക്ക് ലഭിക്കും എന്ന് നിങ്ങൾ സ്വയം പറയണം. നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉള്ളതായിട്ട് തന്നെയാണ് ഈ കാർഡ് മെയിൻ ചെയ്യുന്നത്. കാരണം അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ക്യൂൻ ഓഫ് സോർട്സ് കാർഡാണ്. നിങ്ങൾ എന്നു മുതൽ നിങ്ങളെ സെൽഫ് ലവ് ചെയ്തു തുടങ്ങിയോ അന്ന് മുതൽ നിങ്ങളുടെ ചിന്ത എന്ന് പറയുന്നത് ഒരു രാജ്ഞിയെ പോലെയാണ്, ഒരു ക്യൂനെ പോലെയാണ്, അല്ലേ? എ തോട്ട് ലീഡർ എന്ന് പറയുന്നു. നിങ്ങൾ ചിന്തിക്കുന്നത് ഒരു ലീഡറെ പോലെയാണ്. നിങ്ങൾ എക്സലന്റ് കമ്മ്യൂണിക്കേറ്റർ ആണെന്ന് പറയുന്നു. ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ലാതെ ഒരു വ്യക്തി നിങ്ങളെ സമീപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുമെന്ന് യൂണിവേഴ്സ് പറയുന്നു, അല്ലേ? എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവറുടെ എനർജിയാണ് ഞാൻ പറയുന്നത്. നല്ലൊരു വ്യക്തിയാണെന്ന് യൂണിവേഴ്സ് പറയുന്നു. അപ്പം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവർ ചിന്തിക്കുന്നത് ഒരു ലീഡറെ പോലെയാണ്. നിങ്ങൾ എന്ന് പറഞ്ഞ വ്യക്തി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെയാണ് നോക്കി കാണുന്നത്. നിങ്ങളെന്ന വ്യക്തി ഹോണസ്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണെന്ന് യൂണിവേഴ്സ് പറയുന്നു. സീക്കിംഗ് ട്രൂത്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. നല്ലൊരു വ്യക്തിയായി മുന്നോട്ട് പോവുക. മറ്റുള്ളവരെ സഹായിക്കുവാനും മറ്റുള്ളവരുടെ ആവശ്യം എന്തെന്നറിഞ്ഞ് പെരുമാറുവാനും ശ്രമിക്കുക. നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്. നിങ്ങളുടെ ചിന്തയാണ് ശരി, നിങ്ങളെന്ന വ്യക്തിയാണ് ശരിയെന്ന് ഈ കാർഡ് മീൻ ചെയ്യുന്നു. ഇവിടെ അടുത്ത കാർഡ് 3 ഓഫ് കപ്സ് കാർഡാണ്. നിങ്ങളുടെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവർക്ക് വരും ദിവസങ്ങളിലായിട്ട് നിങ്ങളുടെ സിബ്ലിങ്സോ ഫ്രണ്ട്സോ കൊളീഗ്സോ ഒക്കെ ആയിട്ടുള്ള ഒരു ചെറിയ ഫംഗ്ഷനെയാണ് കാണിക്കുന്നത്. സന്തോഷ നിമിഷത്തെയാണ് കാണിക്കുന്നത്. എൻജോയ് ചെയ്യുന്ന ഒരു മൊമെന്റിനെയാണ് കാണിക്കുന്നത്.
നിങ്ങൾ ആഗ്രഹിച്ച ഒരു ചെറിയ സന്തോഷ നിമിഷത്തെയും ഈ കാർഡ് മീൻ ചെയ്യാം. യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈക്കുള്ളിലേക്ക് വരുമെന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇവിടെ അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ കിങ് ഓഫ് വാൻസ് കാർഡാണ്. നിങ്ങളുടെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങളെന്ന വ്യക്തി ഒരു കിങ് ആണെന്ന് പറയുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഏത് ജെൻഡർ ആയിക്കോട്ടെ, ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കാർഡ് എന്ന് പറയുമ്പോൾ ഒരു കിങ്ങിന്റെ എനർജിയാണ്. നിങ്ങളായിരിക്കുന്ന ഒരു ഫാമിലി ലൈഫിൽ നിങ്ങളാണ് രാജാവ്. നിങ്ങൾ പറയുന്ന വാക്കിന് വാല്യൂ ഉണ്ട് അല്ലേ? നിങ്ങളായിരിക്കണം നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കരുതലെടുക്കുന്ന, സ്നേഹിക്കുന്ന, അവരുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്ന വ്യക്തി. ഇനി നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് കീഴിൽ കുറച്ച് പേര് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് മീൻ ചെയ്യാം. ഒരു ലീഡറെ പോലെ മീൻ ചെയ്യാം. പിന്നെ ഒരു ദൃഢനിശ്ചയമുള്ള ഒരു പേഴ്സൺ ആയിട്ട് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങൾ എടുക്കുന്ന തീരുമാനം ഉറച്ച നിലപാടുള്ള തീരുമാനങ്ങളാണ്. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ മാറ്റമില്ല എന്ന് യൂണിവേഴ്സ് പറയുന്നു. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ 6 ഓഫ് പെന്റക്കിൾ ആണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഗുഡ് സൈനെയാണ് കാണിക്കുന്നത്. 6 പെന്റക്കിൾ ആണ് കാണിക്കുന്നത്. ഇതിൽ 2 പെന്റക്കിൾ നിങ്ങളുടെ കൈകളിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 സൈഡിൽ നിന്ന് നിങ്ങൾക്ക് സഹായം പ്രതീക്ഷിക്കാം. ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്ട്രഗിൾ ആണ് നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 2 സൈഡിൽ നിന്ന്, വ്യക്തികളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ ഒക്കെ ഒരു സഹായം, ഒരു ഹെൽപ്പിനെയാണ് ഈ കാർഡ് മീൻ ചെയ്യേണ്ടത്. വരും ദിവസങ്ങളിലായിട്ട് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എന്ത് സ്ട്രെസ് ആണെങ്കിലും, എന്ത് കാര്യത്തിനാണോ നിങ്ങൾ സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യത്തിന് ഒരു തീരുമാനമാകുമെന്നാണ് ഈ കാർഡ് മീൻ ചെയ്യേണ്ടത്. ഇവിടെ നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് ദ സൺ ആണ്. സൺ എന്ന് പറഞ്ഞ പിന്നെ ഒന്നും നോക്കാനില്ല. നിങ്ങളുടെ ആഗ്രഹം എന്തു തന്നെയാണോ ആ കാര്യം സാധിക്കാൻ പോകുന്നു. യെസ് എന്നാണ് പറയുന്നത്. നിങ്ങൾ യൂണിവേഴ്സിനോട് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടാവാം. ആ കാര്യം എന്തുകൊണ്ട് ഇപ്പോൾ നടക്കുന്നില്ല, അത് സാധിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവാം. അതിനുള്ളൊരു ഉത്തരം തന്നെയാണ്. സന്തോഷ നിമിഷങ്ങളെയാണ് കാണിക്കുന്നത്, ഹാപ്പിനെസ്സിനെയാണ് കാണിക്കുന്നത്, സക്സസിനെയാണ് കാണിക്കുന്നത്, അബൻഡനെയാണ് കാണിക്കുന്നത്. നിങ്ങൾ വരും ദിവസങ്ങളിൽ നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം നേടിയെടുക്കാൻ പോകുന്നു. അത്രമേൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ 2 ഓഫ് കപ്സ് കാർഡാണ്. ഇമോഷനെ തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരും. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളുടെ പേഴ്സൺ തമ്മിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിങ്ങൾ ഒത്തിരി അനുഭവിച്ചിരുന്നു. നിങ്ങൾ തന്നെ ഇത് അവസാനിപ്പിച്ചു പോയിരുന്നു. നിങ്ങൾ സെൽഫ് ലവ് ചെയ്തിരുന്നു. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്കാണ് പിന്നെ ഫോക്കസ് ചെയ്തത്. പിന്നീട് നിങ്ങൾക്ക് വന്നത് നിങ്ങളുടെ വേദനകൾ എന്താകുന്നു, നിങ്ങൾ ആഗ്രഹിച്ച ആ കാര്യത്തിലേക്ക് നിങ്ങൾ പോകുന്നു എന്നാണ്. പിന്നെ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു ലീഡറെ പോലെയാണ്. നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് മറ്റുള്ളവർക്ക് എന്തെങ്കിലും കാര്യം ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ആ ഒരു രീതിയിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ നിമിഷങ്ങളെ നിങ്ങൾ എൻജോയ് ചെയ്യുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സും കൊളീഗ്സും ഒക്കെ ആയിട്ടുള്ള എൻജോയ്മെന്റിനെയാണ് അടുത്ത കാർഡ് മെയിൻ ചെയ്യുന്നത്. ഉറച്ച നിലപാടുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് അടുത്ത കാർഡ് മെയിൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആഗ്രഹിച്ച ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുന്നു. 2 വ്യക്തികളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ ഒക്കെ നിങ്ങൾക്ക് സഹായം വരുന്നു. അടുത്തത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം സക്സസിലേക്ക് എത്തുന്നു, സന്തോഷിക്കുന്നു. ഇതെല്ലാം നിങ്ങളിലേക്ക് തികഞ്ഞു വരുമ്പോൾ ഒരു സൈക്ലിങ്ങിലൂടെ നമ്മൾ പോയി, വേദനയിലൂടെ നിങ്ങൾ പോയി, നിങ്ങളുടെ റിയാലിറ്റി മനസ്സിലായി യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ച് ആ ഒരു ജേണിയെ തന്നെയാണ് കാണിക്കുന്നത്. അവസാനം നിങ്ങൾക്ക് വരാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രണയം നിങ്ങളിലേക്ക് വരും എന്ന് തന്നെയാണ്. അവർക്ക് നിങ്ങളെ മനസ്സിലാകും. നിങ്ങൾ എപ്പോൾ നിങ്ങളെ സെൽഫ് ലവ് ചെയ്തു തുടങ്ങിയോ അപ്പോൾ മുതലാണ് നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ കാര്യങ്ങൾ വരിക, നിങ്ങൾ ആഗ്രഹിച്ച പുരോഗതി വരിക. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് 2 കൈകളും ചേർത്ത് വെച്ചിരിക്കുന്ന ആ പ്രണയം എന്ന് പറയുന്ന നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരും. നിങ്ങളുടെ ആഗ്രഹം എന്തു തന്നെയാണോ അത് നേടിയെടുത്ത ഒരു സന്തോഷത്തിൽ നിങ്ങൾ നിൽക്കും. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണൽ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്തു തുടങ്ങുമ്പോൾ അവർക്ക് ഒരുപാട് മാറ്റം വരുന്നു. അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നു. ലവിനെയാണ് ഈ കാർഡ് മീൻ ചെയ്യേണ്ടത്. വളരെ സമാധാനത്തോട് കൂടിയിട്ട് മെഡിറ്റേഷനും മാനിഫെസ്റ്റും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്തായിരിക്കണം നിങ്ങൾക്ക് അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുന്നത്. പെട്ടെന്നായിരിക്കണം ആ ഓർമ്മകളിലേക്ക് നിങ്ങൾ എത്തുന്നത് അല്ലേ? നിങ്ങളുടെ കാര്യങ്ങളിലേക്കാണ് ഫോക്കസ് ചെയ്തു പോയത്, നിങ്ങൾ സെൽഫ് ലവ് ചെയ്തുകൊണ്ട്. എന്നാൽ എന്തെന്നില്ലാത്തൊരു സ്നേഹവും കരുതലും പെട്ടെന്ന് അവരോട് തോന്നാം. അങ്ങനെ തോന്നണമെങ്കിൽ അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ തെറ്റുകൾ തിരുത്തി നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവരിലുള്ളിലുള്ള ആ ഒരു സ്നേഹത്തെ തന്നെയാണ് ഈ കാർഡ് മെയിൻ ചെയ്യുന്നത്. ഇവിടെ നോക്കൂ, ഒരു ഷിപ്പിനെയാണ് കാണിക്കുന്നത്. അതൊരു ട്രാവലിങ്ങിനെ മെയിൻ ചെയ്യാം.
അവർ വരും ദിവസങ്ങളിൽ നിങ്ങളിലേക്കുള്ള ഒരു സന്ദേശവുമായി എത്താം. ഒരു കമ്മ്യൂണിക്കേഷനെയാണ് മീൻ ചെയ്യുന്നത്. ഒരു കോളിനെ പ്രതീക്ഷിക്കാം, മെസ്സേജിനെ പ്രതീക്ഷിക്കാം. നിങ്ങളുമായിട്ടുള്ള ഒരു റിയൂണിയൻ തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. അവർ നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. അവരുടെ മുന്നിലിരിക്കുന്ന ആ കപ്പ് നിറയെ നിങ്ങളോടുള്ള സ്നേഹത്തെയാണ് മീൻ ചെയ്യേണ്ടത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് ടൈം കാർഡ് കൂടെ എടുക്കാം. എന്താണ് ടൈം കാർഡ് പറയുന്നതെന്ന് നോക്കാം. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ടൈം കാർഡ് എന്ന് പറയുമ്പോൾ 3 കാർഡ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആദ്യത്തെ കാർഡ് ഇൻ 29 ഡേയ്സ് എന്നാണ് പറയുന്നത്. 29 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം നിങ്ങളിലേക്ക് എത്തും. സെക്കൻഡ് കാർഡ് അപ് ടു 5 വീക്സ് എന്നാണ് പറയുന്നത്. 5 ആഴ്ചക്കുള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ച എന്ത് കാര്യമാണോ അത് സക്സസിലേക്ക് എത്തും എന്ന് തന്നെയാണ് ഈ കാർഡും പറയുന്നത്. തേർഡ് കാർഡ് പറയുന്നത് ഓൺ ഡേറ്റ് 1/10/1928 ഓഫ് ദിസ് ഓർ നെക്സ്റ്റ് മന്ത് ടേക്ക് ഫാദേഴ്സ് ഹെൽപ്പ്. നിങ്ങളുടെ പിതാവിൽ നിന്ന് നിങ്ങൾക്കൊരു സഹായം പ്രതീക്ഷിക്കാമെന്നാണ് പറയുന്നത്. ഏത് കാര്യത്തിലാണ് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നത്, ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ആ ഒരു കാര്യം നേടിയെടുക്കാനായിട്ട് നിങ്ങളുടെ പിതാവിൽ നിന്ന് ഹെൽപ്പ് പ്രതീക്ഷിക്കാമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവർക്ക് ഈ 3 കാർഡ്സിൽ ഏത് കാർഡാണോ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ആകുന്നത്, വാലിഡ് ആയിട്ട് തോന്നുന്നെങ്കിൽ ആ ഒരു കാർഡിനെ മാനിഫെസ്റ്റ് ചെയ്ത് അട്രാക്ട് ചെയ്ത് പ്രാർത്ഥിക്കാം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരേ എനർജി അല്ല, ഡിഫറെന്റ് എനർജിയാണ്. നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ ലൈഫിലേക്ക് റെസിനേറ്റ് ആവുന്നെങ്കിൽ സ്വീകരിക്കൂ കേട്ടോ. ഈ റീഡിങ് നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവുന്ന തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെ ആയാലും അത് നേടിയെടുക്കാനായിട്ട് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എന്നെ മെസ്സേജിലൂടെ അറിയിക്കാം. ഇനി പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എന്നെ പേഴ്സണലായിട്ടും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സ്വന്തം നിംസ്.